ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വൈകുന്നേരത്തെ വിശേഷം, കൂടെ തന്നെ നോമ്പിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക്, പിന്നെ ചിക്കൻ മൊമോസിൻ്റെ റെസിപ്പീസൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യാം കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ കയറിയിട്ടുണ്ട് കേട്ടോ കിച്ചണിലോട്ട്. അങ്ങനെ മോമോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മൈദമാവൊക്കെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ മൈദയിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും, അതേപോലെ ഓയിലിന് പകരം നെയ്യാക്കിയാലും മതി കേട്ടോ. അങ്ങനെ ഓയിലും വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുത്തിട്ട് ഇതാ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പരത്താൻ നിൽക്കുന്ന സമയത്ത് എൻ്റെ 2 മക്കളും എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. കാരണം ഈ പരത്തുന്നതിൽ ബാക്കിയുള്ള ബാലൻസ് അവർക്ക് വേണം കേട്ടോ, ഇങ്ങനെ വെറുതെ എടുത്ത് കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഞാൻ പരത്തലൊക്കെ കഴിഞ്ഞ് ഇതുപോലത്തെ ഒരു മൂടി വെച്ചിട്ട് ഇതേപോലെ റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ 2 മക്കൾ എൻ്റെ കൂടെ ഇതാ ഓരോന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. പിന്നെ മൈദേൻ്റെ ആ ഒരു പത്തിരിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതാ ചിക്കനിലോട്ട് ഞാൻ ചിക്കനും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചതാണ് കേട്ടോ. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്തു കേട്ടോ. അതിലേക്ക് വെള്ളിയുള്ളിയും ക്യാപ്സിക്കും, ക്യാരറ്റ്, ക്യാബേജ്, കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് തക്കാളി സോസും പിന്നെ സോയാ സോസും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഈ ഒരു ഫില്ലിങ്ങിലാണ് കേട്ടോ മോമോസ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ ഉണ്ടല്ലോ, കുരുമുളക് പൊടി, അതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് മുളകും പൊടിയും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ എരിവും എല്ലാം ഒന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മെയിനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നുള്ളൂ കേട്ടോ ചിക്കൻ മോമോസ്. അപ്പം ഞാനിന്ന് കുറച്ച് നേരത്തെ കിച്ചണിലോട്ട് വന്നാൽ ഇത് വേഗം റെഡിയാക്കി എടുക്കുക, പിന്നെ ബാക്കിയുള്ള പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ നേരത്തെ പരത്തി വെച്ചിട്ടുള്ള ഒരു റൗണ്ടിൽ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഇതേപോലെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് പല രീതിയിൽ ചെയ്തെടുക്കുന്നത് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഈ ഒരു ചിക്കൻ മോമോസ് റെഡിയാക്കി എടുക്കുന്നത്. ഇത് കഴിച്ച സമയത്ത് നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അങ്ങനെ എന്താ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഞാൻ ഇതൊന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നല്ല ചുറുക്കാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ അതവിടെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അതിന് മിക്സിയുടെ ജാറിലേക്ക് ഞാനിതാ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര വെള്ളമാണോ ആവശ്യമുള്ളത് അതാണ് കേട്ടോ. ഇത് തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള ഒരു ജ്യൂസാണ് കേട്ടോ. അങ്ങനെ തേങ്ങയിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളവും പഞ്ചസാരയും ഏലക്കായും ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് പിന്നെ അത് ഞാൻ വേറൊരു അരിപ്പ വെച്ചിട്ട് ഈ പാൽ വേറെ ആക്കിയിട്ടെടുക്കുകയാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഡ്രിങ്ക്. അതുമാത്രമല്ല ഈ ഒരു വെള്ളം കുടിച്ചാൽ നമുക്ക് കുറേ ദാഹത്തിന് ആക്കുണ്ടാവും, നല്ല ഹെൽത്തിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഇത് കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് തേങ്ങാപ്പാൽ ഇതിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഏലക്കായൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ ഈ ഒരു തേങ്ങയിൽ തന്നെ മാറിക്കിട്ടിക്കോളൂ കേട്ടോ. അങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ വെള്ളം. ഇനി കുറച്ച് കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസ് ഉണ്ടായിരുന്നു, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ കുടിക്കാൻ നേരത്ത് ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് ഒന്ന് പാർന്ന് കൊടുത്താൽ നല്ല എന്താ പറയുക ഒരു കൂളോട് കൂടിയിട്ട് കുടിക്കാൻ പറ്റിയ ഒരു വിഭവമാണ് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇതാ ഇഡ്ഡലി തട്ടിൽ മോമോസ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ആവി കയറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ജ്യൂസൊക്കെ റെഡിയാക്കി ഇനി ഫ്രിഡ്ജിലേക്ക് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ വേഗം തന്നെ ഇതുപോലത്തെ ഒരു പാത്രത്തിലാക്കിയിട്ടാണ് കേട്ടോ വെക്കുന്നത്. നമ്മുടെ ജഗ് ഉണ്ടല്ലോ, ഗ്ലാസിൻ്റെ ജഗ്ഗിൽ ഒഴിച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കുടിക്കുന്ന സമയത്ത് നമുക്ക് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് കുടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി തണുത്ത വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാനിതൊന്ന് അടിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോഴേക്കും ഇതാ ഒരു തരായി മോമോസ് റെഡി ആയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മോമോസ് ഒന്ന് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം ലാസ്റ്റ് ഇതാ ഞാൻ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് മുട്ടക്കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ദോശയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിലേക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് കടുകും അതേപോലെ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് ലാസ്റ്റ് ഇതാ തേങ്ങ അരച്ച് പാർന്ന് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ലാസ്റ്റ് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുത്താൽ മതി.
ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നല്ല പോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും ഞാൻ മുട്ടയുടെ തൊലിയും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞിട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നടുവായിട്ട് ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 3 മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതേപോലെ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നല്ല പോലെ തിളച്ചിട്ടുള്ള ആ ഒരു കറിയിലേക്ക് നമ്മൾ ഓരോ മുട്ടയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ദോശക്കും പത്തിരിക്കൊക്കെ നല്ലപോലെ കൂട്ടാൻ പറ്റിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. എഗ്ഗിൻ്റെ കറിയാണ്, തേങ്ങ അരച്ചിട്ടുള്ള എഗ്ഗിൻ്റെ കറിയാണ് കേട്ടോ. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തള വരുന്ന സമയത്ത് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് പിന്നെ ദോശ ചുടലും കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ. അപ്പോൾ ദോശ ആയതുകൊണ്ട് തന്നെ ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ കറിയും വെള്ളവുമായി അതേപോലെ ഒരു സ്നാക്സും റെഡിയാക്കി എടുത്തിട്ടുണ്ടല്ലോ. ഇനി ഞാൻ ദോശ ചുടാനൊരുങ്ങാണ് കേട്ടോ. അപ്പോൾ ദോശൻ്റെ ചട്ടിയൊക്കെ ഇടിച്ചു. ഇപ്പോൾ ഏകദേശം ഒരു 5:45 ആയിട്ടുണ്ട് കേട്ടോ. ആ ടൈമിലാണ് ഞാൻ ദോശ ചുട്ടെടുക്കുന്നത്. അങ്ങനെ വത്തക്കയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചു കേട്ടോ. വത്തക്കൊക്കെ പറയുക ഇപ്പോൾ ഭയങ്കര എന്തൊക്കെയോ പ്രശ്നമാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വത്തക്കല്ലാത്തൊരു കളിയില്ലല്ലോ നമുക്ക് നോമ്പിന്. അങ്ങനെ ഞാൻ വത്തക്കയൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഒരു പാത്രത്തിൻ്റെ സൈഡിലാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മുന്തിരിയും മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ച വെള്ളത്തിൽ ഒന്ന് നല്ലപോലെ കേക്ക് എടുത്തിട്ട് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലൊക്കെ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ദോശ ആകുമ്പോൾ ചൂടോട് കൂടിയിട്ട് കഴിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് നേരം വൈകിട്ടാണ് കേട്ടോ വെക്കുന്നത്. ഇനി ഈ ദോശ ചുടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് ചോറൊക്കെ ഉണ്ടാക്കിയെടുക്കും കേട്ടോ. പിന്നെ തക്കാളിക്കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. അത് പിന്നെ നമ്മൾ അത്താഴത്തിന് എണീക്കുന്ന സമയത്ത് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചേ. അപ്പോഴേക്കും കറിയൊക്കെ നല്ലപോലെ കുക്കായപ്പോൾ കറിയൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഈ പാത്രം നമുക്ക് വേഗം കഴുകി വെക്കാമല്ലോ. അങ്ങനെ സ്ഥലം മെനക്കെടും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കും കേട്ടോ. അങ്ങനെ കറി നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. പിന്നെ ദോശ ചുടലും അങ്ങനെ ഓരോ പരിപാടിയാണ്. അത് കഴിഞ്ഞ് ചായക്കുള്ള വെള്ളം നന്നായിട്ട് തിളച്ചപ്പോൾ ഞാൻ പൊടിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ന് പിന്നെ പാൽ ചായ ഒന്നുമല്ല കേട്ടോ, സാധാ കട്ടൻ ചായയാണ്. ഈ ദോശക്കൊക്കെ കട്ടൻ ചായ കൂട്ടി കഴിക്കുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റ്. അപ്പോൾ മോമോസിലേക്ക് ഞാനൊരു അടിപൊളി ചട്ടിനി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ജ്യൂസും എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ മോമോസ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നോമ്പുറുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏകദേശം. പിന്നെ നമ്മൾ പത്തിരിയും കോഴിമുട്ടക്കറിയൊക്കെ കൂട്ടി ചായ കുടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കും. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണും. ബൈ.